ഹായ്, എസ് എൽ ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു റിലേഷൻഷിപ്പിന്റെ ഭംഗി ഇല്ലാതാക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലേ, അതിൽ 3 കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തിൽ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളാണ് ആ റിലേഷൻഷിപ്പിന്റെ ഭംഗി ഇല്ലാതാക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ആ 3 കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എക്സ്ട്രീം സെൽഫിഷ് ആണ്. ഭയങ്കരമായിട്ട് സെൽഫിഷ് ആയിരിക്കുക എന്നുള്ളത്. എന്റെ കാര്യത്തിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുക, എനിക്ക് മാത്രം അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്റെ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നത് ഒരിക്കലും നല്ലതല്ല. ഭയങ്കര എക്സ്ട്രീം സെൽഫിഷ് ആവുന്നത് കൊണ്ട് ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടായിരിക്കാം, പക്ഷെ അതിനേക്കാൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് നഷ്ടമാണ്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ആവുന്ന സമയത്ത് എന്റെ എന്നല്ല പറയേണ്ടത്, നമ്മൾ എന്നുള്ള രീതിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുക. അപ്പൊ ഒരിക്കലും നിങ്ങളിങ്ങനെ ഭയങ്കരമായിട്ട് എല്ലാം നിങ്ങൾക്ക് വേണം, നിങ്ങൾ ചെയ്യണം, എല്ലാം നിങ്ങളുടെ കാലിന്റെ കീഴിൽ വേണം എന്നൊക്കെ പറയുന്നത് കൊണ്ട് ഒരിക്കലും അർത്ഥമല്ല. അങ്ങനെയല്ല വേണ്ടത്. നിങ്ങളിങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് എപ്പോഴും നിങ്ങളുടെ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരപ്പോൾ എവിടെയാണ്, അല്ലെങ്കിൽ എനിക്ക് എന്ത് സ്ഥാനമാണ് ഉള്ളത്, ഇവർ എല്ലാം ഇങ്ങനെ എനിക്കെന്ന് പറയാണല്ലോ എന്നാണ് അവർ ചിന്തിക്കുക. ഏത് റിലേഷൻഷിപ്പ് ആകുമ്പോഴും എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മളുടെ പാർട്ട്ണർ ചെറിയ രീതിയിൽ നമ്മളെ ശ്രദ്ധിക്കണം, നമ്മൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യണം, നമ്മുടെ ഹാപ്പിനെസ്സിന് ഇമ്പോർട്ടൻസ് നൽകണം, ഇങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ എക്സ്ട്രീം സെൽഫിഷ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവർ അവരുടെ കാര്യത്തിന് മാത്രമേ ഇമ്പോർട്ടൻസ് കൊടുക്കുള്ളൂ. മറ്റുള്ള ആരുടെയും, അവരുടെ പാർട്ട്ണറുടെ പോലും ഹാപ്പിനെസ്സിനോ അല്ലെങ്കിൽ ഒന്നിനും അവരൊരു വാല്യൂ ഇമ്പോർട്ടൻസോ കൊടുക്കില്ല. സോ അങ്ങനെ ആയാൽ ഒരിക്കലും നിങ്ങളുടെ ബന്ധം നന്നായി മുന്നോട്ട് പോവില്ല എന്നുള്ളത് മനസ്സിലാക്കുക. കുറച്ചുകൂടി കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗിക്കുറവ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ അങ്ങനെ ആവരുത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഭയങ്കര മടി കാണിക്കുന്ന ആളുകളുണ്ട്. കുറേ റിലേഷൻഷിപ്പിൽ നമ്മൾ കാണാറുണ്ട്. ഇതില് ഒരാള് ഭയങ്കരമായിട്ട് ജെന്യൂൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. റിലേഷൻഷിപ്പിനോട് അത്രയധികം ആത്മാർത്ഥമായിട്ടുള്ള പാർട്ട്ണർ അത്രയും സ്നേഹിക്കുന്ന ഒരാളായിരിക്കും. നേരെ മറിച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെങ്ങനെയാണെന്ന് അറിയോ, എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങോട്ട് തള്ളി നീക്കി പോട്ടെ, റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല എന്ന് ഈ ഒരു രീതിയിൽ പോകുന്ന ആളായിരിക്കും. അപ്പൊ ഇവിടെ എന്തുണ്ടാവുക വെച്ച് കഴിഞ്ഞാല്, ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള ആളുണ്ടല്ലോ, ഈ ആള് എല്ലാത്തിലും ഇങ്ങനെ ത്യാഗം സഹിച്ചുകൊണ്ടേയിരിക്കും. അതായത് അവരുടെ പാർട്ട്ണർ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാർട്ട്ണറാണ് തെറ്റ് ചെയ്ത് എന്നുള്ള കൃത്യമായ ബോധം ആ ഒരാൾക്ക് ഉണ്ട്. പക്ഷേ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവര് പോയിട്ട് സോറി പറയും. ശരി പോട്ടെ, സോറി, ഇനിയിപ്പോൾ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സോറി എന്ന് പറഞ്ഞിട്ട് ക്ഷമ ചോദിക്കും. അപ്പൊ അവിടെ എന്താ ഉണ്ടാവുക, യഥാർത്ഥമായി തെറ്റ് ചെയ്ത ആൾക്ക് അവിടെ സുഖമായി, ആൾക്ക് ഒരു പ്രശ്നമല്ല, ഇവരെന്നെ പിന്നാലെ വന്നു, സോ ഇങ്ങോട്ട് വന്ന് മിണ്ടേണ്ട ആവശ്യമില്ല, സോറി പറയേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. അപ്പൊ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. അതായത് ഇവരിങ്ങനെ തെറ്റ് ചെയ്യും, മറ്റാൾ വന്ന് സോറി പറയും, റിലേഷൻഷിപ്പ് ഓക്കെ ആയിട്ട് മുന്നോട്ട് കുറച്ച് കഴിയുമ്പോൾ ഇത് തന്നെ ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എന്താണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ, ഈ ജെന്യൂൻ ആയിട്ടുള്ള ആൾക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു കുറ്റബോധം വന്നു തുടങ്ങും, ഇഷ്ടമില്ലായ്മ വന്നു തുടങ്ങും, വെറുപ്പ് വന്നു തുടങ്ങും. അപ്പൊ ആ ബന്ധം ഇങ്ങനെ പതിയെ അതിന്റെ ഭംഗി തുടങ്ങും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റ് എൻ്റെ ആണ്, അല്ലെങ്കിൽ ഞാനാണ് തെറ്റ് ചെയ്തതെന്നുള്ളത് പറയാൻ പറ്റണം. പിന്നീട് ആ തെറ്റ് ആവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആവർത്തിക്കുമ്പോഴല്ലേ വീണ്ടും പ്രശ്നം വരുന്നത്. നമ്മൾ തെറ്റ് ചെയ്ത തെറ്റാണെന്ന് മനസ്സിലാക്കിയ പിന്നെ അത് എന്തിനാണ് റിപ്പീറ്റ് ചെയ്യുന്നത്, അതിന്റെ ആവശ്യം വരുന്നില്ല. സോ അങ്ങനെയാണെങ്കിൽ വലിയ പ്രശ്നം വരുന്നില്ല. പക്ഷേ തെറ്റ് ചെയ്തിട്ടും ആ തെറ്റ് അംഗീകരിക്കാതിരിക്കുക എന്നുള്ളത് റിലേഷൻഷിപ്പ് ഇല്ലാതാക്കുന്ന മറ്റൊരു കാര്യമാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇമോഷണൽ ഇമ്മെച്യൂരിറ്റി എന്നൊക്കെ നമുക്ക് പറയാം. അതായത് ഒരു റിലേഷൻഷിപ്പ് ആവുന്ന സമയത്ത് ഇമ്മെച്യൂർഡ് ആയിരിക്കാം ചിലരൊക്കെ. ഇപ്പൊ ഗേൾസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ സ്നേഹിക്കുന്ന ആളുടെ മുമ്പിൽ ആൾ ഭയങ്കര ചൈൽഡിഷ് ഒക്കെ ആയിരിക്കും. പക്ഷെ കുറച്ചൊക്കെ മെച്യൂർഡ് ആവണം പല സിറ്റുവേഷൻസിലും. എപ്പോഴും നമ്മൾ മെച്യൂർഡ് അല്ലാത്ത പോലെ ബിഹേവ് ചെയ്യുന്നത് നല്ലതല്ല. മെച്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഭയങ്കര ബോൾഡായിട്ടിരിക്കുക എന്നുള്ളതൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കുറെ തമാശകൾ പറയണം, അതേപോലെ തന്നെ കുറച്ചൊക്കെ കുട്ടിത്തം ഉണ്ടാവണം, എല്ലാം ഉണ്ടാവണം. പക്ഷെ കൃത്യമായി സാഹചര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ മെച്യൂർഡ് ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ കുറച്ചൊക്കെ മെച്യൂരിറ്റി ഉണ്ടാവുക. ഭയങ്കര സെൻസിറ്റീവ് ആവരുതെന്ന് ഞാൻ പറയുന്നില്ല, സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളുണ്ട്, അത് സ്വാഭാവികമാണ്. പക്ഷേ എങ്കിലും എപ്പോഴും ഇങ്ങനെ എല്ലാത്തിനും ചെറിയൊരു കാര്യം വരുമ്പോഴത്തേക്കും കരഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. പലതിനെയും നമ്മൾ ഫേസ് ചെയ്യാൻ പഠിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇമോഷണലി ഭയങ്കര ഇമ്മെച്യൂരിറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നല്ലതല്ല. കാരണം നിങ്ങളുടെ പാർട്ട്ണർക്ക് പോകെ അതിങ്ങനെ ഒരു മടുപ്പായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ അതുകൊണ്ട് കുറച്ച് ബോൾഡ് ആവണം. ഭയങ്കരമായിട്ടല്ലെങ്കിൽ കുറച്ച് ബോൾഡ് ആവണം. അങ്ങനെ ഇപ്പോൾ എന്ത് വന്നു കഴിഞ്ഞാലും കരഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല, കുറേയൊക്കെ എനിക്ക് നേരിടാൻ കഴിയും എന്നുള്ള രീതിയിലേക്കൊന്ന് മാറാൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. സോ ഇമോഷണൽ ഇമ്മെച്യൂരിറ്റിയും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഭംഗി കുറയ്ക്കുന്ന മറ്റൊരു കാര്യമാണ്. അപ്പൊ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് 3ഉം ഞാൻ പറഞ്ഞല്ലോ, റിലേഷൻഷിപ്പ് പോകെ അങ്ങോട്ട് മടുപ്പുണ്ടാക്കുന്ന അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഇല്ലാതാക്കാൻ കാരണമാവുന്ന 3 കാര്യങ്ങളാണ്.
സോ ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കുക, നിങ്ങളുടെ റിലേഷൻഷിപ്പ് വേണം എന്നുണ്ടെങ്കിൽ. അപ്പം എന്തായാലും ഈ ഒരു ടോപ്പിക്ക് കൂടി അല്ലെങ്കിൽ ഈ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഒരിക്കലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇല്ലാതാകാൻ വേണ്ടിയിട്ടുള്ളതല്ല പറഞ്ഞിരുന്നത്, നേരെ മറിച്ച് ആ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. സോ ഇതിനേക്കാൾ കൂടുതൽ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മുന്നേ. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് എടുത്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിനെ കുറച്ചുകൂടി നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. സോ അത് കാണാത്തവരെടുത്ത് കാണാനായിട്ട് ശ്രമിക്കാം. അതേപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്